ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബിഗ് ബോസിൽ ജയിൽ നോമിനേഷനൊക്കെ നടന്നു. ബിഗ് ബോസ് ക്യാപ്റ്റന് ഒരു സ്പെഷ്യൽ പവറൊക്കെ കൊടുക്കുന്നുണ്ട്. ക്യാപ്റ്റന് ഒരാളെ നേരിട്ട് നോമിനേറ്റ് ചെയ്യാം. അത് കേട്ടതും അനീഷിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. കാരണം ഒരു പവറൊക്കെ കിട്ടിയതാണല്ലോ. പിന്നെ കുറച്ച് മുമ്പ് ശരത്ത് വൈകിട്ട് ഒരു വഴക്കൊക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരത്തിനെയാണ് ക്യാപ്റ്റൻ ഡയറക്റ്റായിട്ട് അങ്ങ് നോമിനേറ്റ് ചെയ്യുന്നത്. അതിന് കാരണം പറഞ്ഞതെന്ന് വെച്ചാൽ ശരത്ത് ഒട്ടും ആക്റ്റീവല്ല, അതുകൊണ്ട് ജയിലിൽ പോയിട്ട് അങ്ങ് കിടക്കട്ടെ എന്ന് പറയുകയാണ് അനീഷ്. എന്നിട്ട് മറ്റുള്ളവരൊക്കെ നോമിനേറ്റ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അനുമോൾക്കാണ്. അങ്ങനെ അനുമോളെയും ശരത്തിനെയുമാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബിൻസി നവീനും തമ്മിൽ അടിയാകുന്നുണ്ട്. ബിൻസി പറയുന്നുണ്ട് നാണമില്ലാത്ത കുറേ അവറ്റകൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്ക് ആർക്കാടി നാണമില്ലാത്തത് എന്നും പറഞ്ഞിട്ട് വരുന്നുണ്ട് നവീൻ. അപ്പോൾ ബിൻസി എന്നെ എടി പോടിന്നൊന്നും വിളിക്കരുത്, ബിൻസി എന്തോ കൂർക്കം വലിച്ചത് ഒരു കാരണമായി നോമിനേഷനിൽ നവീൻ പറഞ്ഞതാണ് പ്രശ്നമായതെന്നാണ് തോന്നുന്നത്. ബിൻസി, ഞാൻ നിൻ്റെ ചെവിയിൽ വന്നിട്ടാണോടാ കൂർക്കം വലിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് എടി പൊടി എന്നൊക്കെ നവീൻ വിളിക്കുന്നുണ്ട്. അന്നേരം ബിൻസി പറയുന്നുണ്ട് എന്നെ എടി പൊടി എന്ന് വിളിക്കരുതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാ, വീട്ടിൽ പോയി നിൻ്റെ അമ്മയെ വിളിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ബിൻസി അമ്മക്ക് പറഞ്ഞത് ഒട്ടും ശരിയായില്ല. വഴക്കിനിടയിൽ വീട്ടിലുള്ളവരെ വലിച്ചിഴക്കുന്നത് വളരെ മോശം തന്നെയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നവീൻ പറയുന്നുണ്ട് ഇനി എന്നോട് സോറി പറയാനൊന്നും ആരും വരണ്ട. അത് കേട്ട് ബിൻസി പറയുന്നുണ്ട് ആര് സോറി വരുന്നു, എൻ്റെ പട്ടി പോലും വരില്ല, അതിനും ഒരു അന്തസ്സുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ സീസണിൽ ആദ്യം തന്നെ ജയിലിൽ പ്രവേശിച്ചത് അനുമോളും ശരത്തുമാണ്. അങ്ങനെ അവർ എല്ലാവരും ചേർന്ന് അവരെ ജയിലിലാക്കി ലോക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വീക്ക് ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് ഷാനവാസിനെയാണ്. പിന്നെ ജയിലിലുള്ളവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ചപ്പാത്തി പരത്തലാണ്. വെറുതെ അങ്ങ് പരത്തിയാൽ പോരാ കേട്ടോ, അതിനൊരു കണ്ടീഷനൊക്കെ ഉണ്ട്. 13 ചതുരാകൃതിയിലുള്ള ചപ്പാത്തി, പിന്നെ ത്രികോണാകൃതിയിലുള്ളത് 12, പിന്നെ വൃത്താകൃതിയിലുള്ളത് 25, അങ്ങനെ എങ്ങാണ്ടാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ഷേപ്പിലൊന്നും ഒരു വ്യത്യാസവും വരാനും പാടില്ല. ഇതൊക്കെ പരത്തി കഴിഞ്ഞാലേ അവർക്ക് ജയിലിൽ നിന്ന് മോചിതരാക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ അവർ ഓരോ കഥകൾ പറഞ്ഞിട്ട് ചപ്പാത്തി ഇങ്ങനെ പരത്തുന്നുണ്ട്. അതിലിടയ്ക്ക് അനീഷ് ഇടയ്ക്കിടയ്ക്ക് ചൊറിയാനും വരുന്നുണ്ട്. ഏതായാലും അനീഷിൻ്റെ ചൊറിച്ചിൽ സഹിക്കാൻ കഴിയാതെ അനുമോൾ പറയുന്നുണ്ട് ഇവിടെ നിന്ന് പോയി തരാമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.